ഇളയ തൈകൾ പോലെ മുളയ്ക്കുക. ഗ്രോ ലൈക്ക് ദ ടെൻഡർ ഷൂട്ട്സ്. യെശയ്യാ 53 ഈ ദിവസങ്ങളിൽ എടുക്കുന്നത്. 53 വളരെ ഡീറ്റെയിൽഡായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് യാത്ര ചെയ്യുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റെവലേഷൻ. നമ്മൾ ദൈവത്തോടുള്ള യാത്ര. നമ്മൾ 53 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന് മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവർ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ ദൈവമാണ്. നമ്മുടെ രോഗങ്ങളെയും കഷ്ടങ്ങളെയും വഹിക്കാനായിട്ട് അവൻ അവൻ എങ്ങനെയാണ് വന്നത്? ഒരു ഇളയ തൈ പോലെ ഇൻ എ ഡ്രൈ ലാൻഡ്, പാർച്ച്ഡ് ആൻഡ് ഡ്രൈ ലാൻഡ്, ഉണങ്ങി നിൽക്കുന്ന. നമ്മൾ ഈ വയലിലൊക്കെ ചെന്ന് നോക്കുമ്പോഴേ കൃഷി ചെയ്യാതെ കിടക്കുന്ന വയൽ കാണുമ്പം തരിശുഭൂമി പോലെ അങ്ങ് വെണ്ട് കീറി കിടക്കുകയാണ്. ആ കണ്ടത്തിലോട്ട് നമുക്ക് നോക്കിയാൽ ഒരിക്കലും സന്തോഷം വരത്തില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്കൂന്നൊരു നല്ല ടെൻഡർ ഷൂട്ട് എന്നിട്ടൊരു നല്ല ട്രീ അല്ലെങ്കിൽ ഒരു ചെടി കിളുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളറിയാതെ അതേ തന്നെ അങ്ങ് നോക്കി നിൽക്കും. കാരണം ഈ വരണ്ട നിലത്ത് ഇതിങ്ങനെ കിളുത്ത് നിൽക്കുകയാണ്. ദൈവം സങ്കടമായിട്ട് അതിന് മുമ്പിൽ പറയുന്നു, ഞാൻ എൻ്റെ മകനെ അയച്ചു തന്നിട്ട് ആര് കേൾക്കുന്നു, അവൻ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ആര് വിശ്വസിക്കുന്നു? എൻ്റെ ഭുജം ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ആരത് ഏറ്റെടുക്കുന്നു? അപ്പോൾ ദൈവം നോക്കുകയാണ് ആരത് ഏറ്റെടുക്കുന്നു. നമ്മൾ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോഴേ സ്വർഗം സന്തോഷിക്കുകയാണ്. എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ആ വാക്യത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്, ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അതായത് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവത്തോടുള്ള സ്നേഹബന്ധം മാറിയിട്ട് വെറും റിച്വലിസ്റ്റിക് പ്രാർത്ഥനകളായി മാറി. അതായത് ചടങ്ങുകളായിട്ട് മാത്രം മാറിയിട്ട് വർഷം തോറും എല്ലാവരും നടത്തും. പെസഹ നടത്തും, കൂടാരപ്പെരുന്നാൾ നടത്തും, പിന്നെ പെന്തക്കോസ്ത് നടത്തും. ഇതൊക്കെ യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ എസൻസ് മാറിയിട്ട് വെറും മൃഗങ്ങളെ കൊല്ലുന്നതും മൃഗങ്ങളുടെ നല്ലൊരു ഭാഗം പുരോഹിതന്മാരുടെ മക്കൾ പോലും എടുത്ത് തിന്നുന്ന ഒരു സ്റ്റേജായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം മാറുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് ദുഃഖമാണ്. അത് പഴയ നിയമത്തിൽ പലരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ ജനം എന്നെ മറന്നുപോയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ദൈവം 400 വർഷത്തോളം ദൈവം പിന്നെ ഒന്നും മിണ്ടിയില്ല. മാലാഖിയുടെ ബുക്ക് കഴിയുമ്പോൾ പുതിയ നിയമം വരെ ഡാർക്ക് പീരിയഡ് എന്ന് പറയുന്നത് 400 വർഷത്തോളം ദൈവം മിണ്ടാതെയിരുന്നു. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നമ്മൾ വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ അല്പം അഭിപ്രായ വ്യത്യാസം കാണും. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെന്നിരിക്കും. അത് ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നിടം വരെ. അത് കഴിയുമ്പം ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തണം. വർഷങ്ങളോളം മാസങ്ങളോളം മിണ്ടാതിരിക്കുന്നവരുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്ത് വേദന കാണുന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ സ്നേഹിക്കുന്ന ഒരാളോട് മിണ്ടാതിരിക്കുന്നതല്ലേ അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം. ചിന്തിച്ചിട്ടുണ്ടോ? മിണ്ടാതിരിക്കുക. എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഒരു കണക്കിന് നോക്കിയാൽ മറ്റേ ആൾ പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല, കേൾക്കത്തില്ല. ദൈവം അത് തന്നെയാണ് പറയുന്നത്. വരണ്ട നിലമായി കിടക്കുകയാണ്. 400 വർഷം എന്നെ അന്വേഷിക്കുന്ന ജനമില്ല. പിന്നെ ദൈവം തന്നെ പറയാണ്, ഞാൻ എൻ്റെ നിയമം ഓർത്തത് കൊണ്ട് ഞാൻ എൻ്റെ മകനെ ഞാൻ സൃഷ്ടിച്ച ജനതയെ രക്ഷിക്കാൻ വേണ്ടി അയക്കുകയാണെന്ന്. അപ്പോൾ ഈ 53 ക്രിസ്തു വരുന്നതിന് 700 വർഷം മുൻപ് വഴിയൊരുക്കുന്നത് കണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? ദൈവത്തെ വേണ്ടാത്ത ഒരു ജനതയുടെ നടുക്കേക്ക് ദൈവം വഴി വെട്ടി തുറന്ന് സ്വർഗത്തിൽ നിന്ന് തൻ്റെ പുത്രനെ അയക്കുകയാണ്. നമ്മുടെ ഗുണം കൊണ്ട് അല്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിന് മുൻപേ ദൈവം തമ്പുരാൻ ആദത്തിനോടും ഹവ്വായോടും പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയുടെ തല തകർക്കുമെന്ന്.
അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം 400 വർഷം മിണ്ടാതിരുന്നിട്ട് ദൈവം തമ്പുരാൻ തന്നെയാണ് പിന്നെ വന്നത്. ഈ യെശയ്യാ പ്രവാചകന്റെ 7-ാം അധ്യായത്തിന് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് വായിക്കും. 7:14. ദൈവം പല പല കാര്യങ്ങളിൽ കൂടെ താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വിളംബരം ചെയ്തിട്ടും ഞാനല്ലേ ഞങ്ങൾ കേൾപ്പിക്കുന്നത് ആര് വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആര്? സങ്കടത്തോടെ ദൈവമാണ്. ഇത് ആദത്തിനെ പാപം ചെയ്തു കഴിഞ്ഞപ്പം ദൈവം ഏദൻ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവം ആദത്തിനെ വിളിക്കുന്നു. ആദം ആദം എന്ന് വിളിക്കുമ്പോൾ കരയുകയാണ്. കാരണം എല്ലാ ദിവസവും ഓടി വന്നുകൊണ്ടിരുന്ന ആദം ഇന്ന് കാണുന്നില്ല. നമ്മുടേതാണെങ്കിലോ ഇന്ന് വരെ അപ്പ അമ്മ എന്നും പറഞ്ഞ് ഓടി വരുന്ന മക്കൾ നമ്മൾ ഇന്ന് ചെല്ലുമ്പം അവരനങ്ങുന്നില്ല, മുഖം മാറിയിരിക്കുക. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നോക്കുക. കൊച്ചുമക്കൾ നമ്മുടെ അപ്പനും അമ്മയും ജോലി കഴിഞ്ഞാൽ വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെവിടാന്നല്ലേ നോക്കുന്നത്. അവരുടെ ശബ്ദം കേട്ടില്ല നമുക്ക് ആദ്യം വരും, അയ്യോ എന്തെങ്കിലും പറ്റിയോ, അതാണ് നമ്മുടെ ചിന്ത ആദ്യമേ. പിന്നെ അവരെ കാണുമ്പോഴും എന്തൊരു സന്തോഷമല്ലേ. അതുപോലെ ദൈവവും ദൈവ സൃഷ്ടിയാകുന്ന ആദവും സന്തോഷിച്ചിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോഴേ അവർക്ക് മുൻപിൽ വരാൻ വയ്യാതെ. അപ്പം ദൈവം വന്ന് എന്തോട്ടത്തിൽ വിളിക്കുകയാണ്, ആദം ആദം വേറെ അറിയൂ, നീ എവിടെയാണ്? വേദപുസ്തകത്തിൽ ആദ്യം ഉറക്കെ കരഞ്ഞത് ദൈവം തമ്പുരാൻ തന്നെയാണ്, നമ്മളല്ല. ആ ദൈവം പറയുന്നുണ്ട്. യെശയ്യാ 7:14 ഇങ്ങനെയാണ് പറയുന്നത്. പല പ്രാവശ്യം പറയാണ്. 14 ഇങ്ങനെ പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ മീൻസ് ദൈവം നമ്മോടുകൂടെ. നമ്മോടുകൂടെ എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ? എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂടെ, നമ്മുടെ ഏതൊരു ആവശ്യത്തിലും എൻ്റെ കൂടെ ആയിട്ട് ഒരാളെ തന്നത് പിതാവാം ദൈവം തന്നിരിക്കുക. ഇതൊക്കെ നമ്മളങ്ങോട്ട് ചിന്തിക്കാൻ നോക്കിയാൽ ഒരിക്കലും അർഹതയില്ലാത്ത നമ്മുടെ വീട്ടിലേക്ക് ഈ സ്നേഹവാനായ യേശുവിനെ അയച്ചു വിടുകയാണ്. സ്വീകരിക്കുക, ഹൃദയം തുറന്ന് സ്വീകരിക്കുക. ദൈവം പറയുകയാണ്, കർത്താവ് പറയുന്നത് ഇമ്മാനുവേൽ എന്ന് വിളിക്കും, അവൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളിക്കളഞ്ഞ് നന്മ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം വരണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരണം. നന്മ തിന്മ എന്തെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലമല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ ഈ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സൊക്കെ ചെയ്യുന്നത് ഒരു കണക്കിൽ അത് വളരെ തീക്ഷ്ണമായിട്ട് ചെയ്യിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് പോയിരുന്നു. പിഞ്ച് കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ സ്പോഞ്ച് പോലെയാണ്. ദേ അബ്സോർബ് ദ ട്രൂത്ത് ഓഫ് ദ ലിവിങ് ഗോഡ്. പിന്നെ പറയുന്ന വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. ദൈവ ചൈതന്യമുള്ളവരാണോ പറയുന്നത്? അവിടെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ ഈ 53 ദൈവം പറയുകയാണ്, ഇങ്ങനെയാണ് പറയുന്നത്, ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. രൂപഗുണമോ കോമളത്വമോ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമോ ഇല്ലാത്ത വിധത്തിൽ തൻ്റെ മകനെ അയച്ചിരിക്കുകയാണ്. എന്തിന്? ഈ വികൃതമായി ജീവിക്കുന്ന നമ്മളെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ. ഒരാൾ പറഞ്ഞ്, ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം അവരോട് യേശുക്രിസ്തു, ഒരു സ്ത്രീ ആയിരുന്നു, അവർ മരിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു എക്സ്പീരിയൻസ്, സ്വർഗത്തിൽ പോയിട്ട് ആ ബുക്കിനകത്ത് ഞാൻ വായിച്ച്, അവർ സ്വർഗത്തിൽ ചെന്ന് പോകുമ്പം യേശു ചോദിക്കുന്നു, ആദത്തിന് ഹവ്വായെ കാണണമെന്ന്. നമ്മളങ്ങനെ നമ്മളെ ചിന്തിക്കാറില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് യേശു, അപ്പോൾ അവർ പറഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹവ്വായെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. പ്രതീക്ഷയിലാണല്ലോ അവർ, നമ്മുടെ വിശ്വാസപ്രകാരം. ഹവ്വ വന്ന് നിൽക്കുമ്പോൾ ഹവ്വയുടെ സൗന്ദര്യം ആ സ്ത്രീ പറയുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ പാപം കലരാത്ത സ്റ്റേജിലുള്ള ആ സൗന്ദര്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാന്ന്. കറക്റ്റല്ലേ? അത്ര സൗന്ദര്യമാണ്. പക്ഷേ ഹവ്വ എന്നിട്ട് ഇവളോട് സങ്കടമായിട്ട് പറയുന്നു, എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടെന്ന്. ശരിയല്ലേ? നമ്മളെല്ലാം പറയാം ഹവ്വ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. അത് അന്ന് തൊട്ട് ഞാൻ പിന്നെ എൻ്റെ ഹൃദയത്തിലുള്ള ഒരു അഴുക്ക് ചിന്ത അവരെക്കുറിച്ച്, അവർ അബദ്ധത്തിൽ പറ്റിപ്പോയി, സംഭവിക്കേണ്ടതായിരിക്കും. ഞാൻ ഇച്ചിരി കൂടെ ലൈറ്റായിട്ട് ചിന്തിക്കാം. അപ്പം നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, മരിച്ചവർക്ക് പോലും ദുഃഖമാണ് നമ്മളിവിടെ നിന്ന് അവരെക്കുറിച്ച് അഴുക്ക് ചിന്തിച്ചാൽ. നന്മ ചിന്തിക്കുക, ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച്. കർത്താവ് പറയുന്നത്, പിതാവാം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കോമളത്വമില്ലാതെയും രൂപഗുണമില്ലാതെയും ദൈവം നമ്മുടെ മുമ്പിൽ കണ്ടാൽ വലിയ സൗന്ദര്യം ഇല്ലാത്തവനുമായിട്ട് വന്നു. പക്ഷേ കർത്താവ് എന്തിനാ വന്നതെന്നറിയാമോ? കർത്താവ് വന്ന് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. ത്യജിക്കപ്പെട്ടവനും
പിന്നെ മനുഷ്യരാൽ അവഗണിക്കപ്പെട്ടവനും രോഗം ശീലിച്ചവനുമായത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ആ ദൈവത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവം അവനെ അടിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. അതേപോലും നമ്മുടെ പാപത്തിൻ്റെയും നമ്മുടെ അതിക്രമങ്ങളുടെയും ശിക്ഷ അവൻ്റെ മേൽ വീഴുക ചെയ്തത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവ് പറയാണ്, അവൻ്റെ അട്ടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ ഇത് തന്നെ നമ്മൾ 1 പത്രോസ് 2:24 എല്ലാവരും എടുത്ത് വായിക്കുന്നത് ഈ 53 വാക്യമാണ്. ഇതൊക്കെ എവിടുന്ന് അതിൻ്റെ സോഴ്സ് എന്ന് മനസ്സിലാക്കുമ്പോൾ 1 പത്രോസ് 2:24 ഇങ്ങനെയാണ് വായിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച്, കണ്ട, പാപത്തിന് മരിക്കണം, നീതിക്ക് ജീവിക്കേണ്ടതിന്, പാപത്തിൽ നിന്ന് മരിക്കണം, പിന്നെ റൈച്ചസ്നെസ് അല്ലെങ്കിൽ നീതി കിട്ടണം, നീതിക്ക് ജീവിക്കേണ്ടത് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കണ്ട, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പുറം ഉഴവുചാലുപോലെ അടിച്ച് തൻ്റെ ശരീരത്തിലെ സകല മാംസവും പുറത്തായി മുഖത്തെ വിരൂപമാക്കി അവർ മുൾമുടി അടിച്ച് അവനെ ക്രൂശിക്കകത്തായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തെന്ന് പറയെങ്കിലും നമ്മുടെ പാപമാണ് അതിന് കാരണമായത്. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നമ്മളെല്ലാം തെറ്റി ഉഴലുന്ന ആടുകൾ, നമ്മുടെ സന്തതികൾ, നമ്മുടെ കുടുംബങ്ങളെല്ലാം തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ. ആടുകൾക്ക് ബുദ്ധിയൊന്നുമില്ല. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ഉടയവനും അധ്യക്ഷനുമായ ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്ന് വെക്കുന്നു, മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ, സഹോദരി സഹോദരന്മാരുടെ കൂട്ടങ്ങൾ എല്ലാവരും കൊണ്ടുവന്നൊന്ന് വെച്ച് നോക്കിക്കുക. ഒരു 30 ദിവസം ഇതുപോലെ പ്രാർത്ഥിക്കുക. കർത്താവേ അപ്പച്ചൻ, ഞങ്ങളുടെ പാപത്തെ നീ വഹിച്ചല്ലോ. കാരണം ആ ഭാഗം അതങ്ങ് നമ്മൾ അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം നമ്മൾ പറയും. പക്ഷെ അതിന് മുമ്പിലുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എൻ്റെ പാപവും എൻ്റെ പ്രയാസവും എൻ്റെ ശാപവും രോഗവും വഹിച്ചവൻ ഒരുവൻ മാത്രം. അതിനൊരു റീപ്ലേസ്മെൻ്റ് ഇല്ലെന്നേ, അതിനൊരു പകരക്കാരനില്ലെന്ന്. വേദപുസ്തകം ആകെക്കൂടി വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ആൾ ജനസിസ് 1 തൊട്ട് നോക്കിയാൽ 3 പറയുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ മെതിക്കും. പിന്നെ വെളിപ്പാടാകുമ്പോഴത്തേക്ക് മണവാളനായിട്ട് ക്രിസ്തു തിരിച്ചു വരുന്നതാണ് നമ്മളെ വിളിച്ചു കൊണ്ടുപോകാൻ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ജീവിതകാലം നമ്മുടെ പാപജീവിതം നമ്മളെ ഇല്ലാതാക്കും. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാപത്തെയും ശാപത്തെയും ഏറ്റെടുത്തു. അപ്പച്ചൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം രോഗത്തിന് തന്നെയല്ല, എല്ലാ പ്രശ്നത്തിനും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ തലവണങ്ങി പ്രാർത്ഥിക്കാം. അതാ നീ പറയുന്നുണ്ടല്ലോ കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നത്? ദൈവമേ, നിൻ്റെ ഭുജം, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? നീ വെളിപ്പെടുത്താൻ ആഗ്രഹമുള്ള ദൈവമാണ്. പക്ഷെ ആരും അടുത്തോട്ട് വരുന്നില്ല. ഞങ്ങൾ ഈ നിയമങ്ങളും നിബന്ധനകളും വെച്ചുകൊണ്ട് ദൈവത്തിനെ ഒരു ചെറിയ പെട്ടിക്കൂട്ടിനകത്താക്കി വെച്ചേച്ച് ഞങ്ങൾ നിന്നെ കാണാൻ നോക്കിയാൽ അവിടുന്ന് സംസാരിക്കുന്ന ഒന്നും മനസ്സിലാകത്തില്ല. അത് ഈ ഭാര്യ ഭർത്താക്കന്മാർ വിവാഹത്തിന് മുൻപ് ആദ്യമേ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നീ എന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ലക്ഷം രൂപ തന്നിരിക്കണം എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് കല്യാണം നടത്തുന്ന പോലെ. അങ്ങനെ തന്നെ അല്ലേ ഞങ്ങൾ നീയുമായിട്ടുള്ള ബന്ധമാണോ അപ്പച്ച? അതഴിഞ്ഞു പോകട്ടെ ഈ സമയത്ത്. പകരം സത്യദൈവമായ നിൻ്റെ വിശുദ്ധ സ്നേഹത്തെ, മാറ്റമില്ലാത്ത നിൻ്റെ ആ വിശ്വസ്തതയെ, ആ ദിവ്യ സ്നേഹത്തെ ഞങ്ങളിലേക്ക് പകർന്നു തരാനും നിന്നിൽ കൂടെ ഞങ്ങൾക്ക് നിത്യമായ ജീവൻ ലഭിക്കാൻ, നിത്യരക്ഷ, മരണമില്ലാത്ത ജീവനിലേക്ക് വന്ന് പിതാവാം ദൈവത്തിൻ്റെ മക്കളായിട്ടും പുത്രൻ തമ്പുരാൻ്റെ മണവാട്ടികളായിട്ടും പുതിയ നിയമത്തിലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടികളായിട്ടും ജീവിക്കേണ്ടിയവർ അവിടെ ഇവിടെയും കിടന്ന് സമയം കളയാതെ നേരിട്ട് നിൻ്റെ അടുക്കൽ വന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കും. ദിനംതോറും പുതിയ മന്ന തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അതാ ഇന്നത്തേക്കുള്ള റീചാർജ് ചെയ്യാൻ ആത്മാവിന് തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന് ഭക്ഷണം ആവശ്യമുണ്ട് കർത്താവെ. പലപ്പോഴും നീ എന്നോട് പറയാറുണ്ട്, മക്കളുടെ ആത്മാവിൻ്റെ നില
വളരെ ചെറുതാണെന്ന്, ശുഷ്കമാണെന്ന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വലിയ ശക്തമായ രീതിയിൽ അവരുടെ മേലേക്ക് ചെന്ന് വീഴണമേ. ഒരു നിഴലിൻ്റെ കീഴിൽ നിർത്തുന്ന പോലെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തി നിൻ്റെ വചനത്തിലേക്ക് ആകർഷിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്താട്ടെ അപ്പച്ച. ആത്മാവിൻ്റെ ഭക്ഷണം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ജഡീക ഭക്ഷണമല്ല അപ്പച്ച ഞങ്ങൾ ചോദിക്കുന്നത്, ആത്മാവ്. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരാമെന്ന് പറഞ്ഞ ദൈവത്തിന് മുമ്പിൽ ഇത് ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.